ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഓഫർ ലെറ്ററിനെ കുറിച്ച് പറയാനായിട്ടാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. അപ്പൊ പലർക്കും അറിയാൻ പറ്റും, അല്ലെങ്കിൽ കുറെ പേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് ഓഫർ ലെറ്റർ എന്നുള്ളത്. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ ഫ്രഷറായിട്ട് ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഒരു ക്ലിനിക്കൽ അവർ നമുക്ക് എന്ത് ചെയ്യുക, ഒഫീഷ്യലി കൺഫേം ചെയ്യുന്ന ഒരു സംഭവമാണ് കൺഫേം ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സൈൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്, അതിൽ ഇമ്പോർട്ടൻസ് എന്താ, പോയിന്റ്സ് എന്താന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്കിപ്പോൾ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം വൺസ് അവരെന്ത് ചെയ്യും, ചിലപ്പോൾ അവർ അറ്റ് എ ടൈമിൽ തന്നെ ചിലർ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളോട് കൺഫർമേഷൻ പറയാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും എന്ത് പറയുന്നുണ്ട്, ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ വിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഗവൺമെന്റിലൊക്കെ ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ മാത്രമല്ല, ചിലപ്പോൾ 2-3 ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുള്ളൂ. അത് ഫസ്റ്റ് നമുക്ക് ഉടനെ അവരെന്ത് ചെയ്യില്ല, ഓഫർ ലെറ്റർ അയക്കില്ല, ജസ്റ്റ് കൺഫർമേഷൻ മെയിൽ അയക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫർ ലെറ്റർ അയക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ വൺസ് സെലക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഒരു ക്ലിനിക്കൽ അവർ നമുക്ക് എന്ത് ചെയ്യും, അവരുടെ ഒരു ഓഫർ നമുക്ക് അയച്ചു തരും, ഒരു ഓഫർ ലെറ്റർ അയച്ചു തരും. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് നമുക്ക് അവർ ഓഫർ ചെയ്ത സാലറി തന്നെയല്ലേ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ നോക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ്. എത്രയാണ് ഡ്യൂട്ടി അവേഴ്സ്, അതായത് നമ്മളിപ്പോൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്, ഇത്ര ഡ്യൂട്ടി അവേഴ്സ് ആണ്. ആസ് പെർ ദ ലേബർ ലോ അല്ലെങ്കിൽ UA റൂൾ അനുസരിച്ച് വീക്കിലി 48 അവേഴ്സ് ഡ്യൂട്ടിയെ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി അവേഴ്സ് അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഉള്ള ഡ്യൂട്ടി അവേഴ്സ് തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് വീക്കിലി 48 അവേഴ്സ് തന്നെയാണോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിസ കാര്യങ്ങളെല്ലാം അതിനകത്ത്, അതായത് വിസയും ലൈസൻസിന്റെയും കോസ്റ്റ് കമ്പനി അല്ലെങ്കിൽ അതായത് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണോ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഡ്യൂട്ടി അവേഴ്സ് ചെക്ക് ചെയ്യണം. നമ്മുടെ സാലറി കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു സാലറി, അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂക്ക് പോകുമ്പോൾ നമ്മളൊരു ആ സാലറി കണ്ടിട്ടായിരിക്കും ആ ഇന്റർവ്യൂക്ക് പോകുന്നത്. അല്ലെങ്കിൽ വൺസ് നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് അവരൊരു ഇന്റർവ്യൂവിൽ പറയും ഇത്രയാണ് ഞങ്ങളുടെ സാലറി, നിങ്ങൾക്ക് വില്ലിങ് ആണോ എന്നൊക്കെ ചോദിക്കും ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം. ആ സെയിം സാലറി തന്നെയാണോ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓവർ ടൈം, നമ്മുടെ ലീവ്, ആനുവൽ ലീവിന്റെ കാര്യം അതിലില്ലേ എന്നുള്ള കാര്യം നോക്കുക. അതുപോലെ തന്നെ സിക്ക് ലീവിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ലേ എന്നുള്ളത് നോക്കുക. പിന്നെ നമ്മുടെ വിസ, സാലറി, പിന്നെ അക്കോമഡേഷൻ അലവൻസ്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, ഇന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ബിഫോർ സൈൻ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ക്ലിയർ ആയിട്ട് അതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലേ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നോക്കേണ്ടതാണ്, നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കേണ്ടതാണ് സാലറി, ഡ്യൂട്ടി അവേഴ്സ്, അതുപോലെ വിസയുടെ കാര്യങ്ങള്, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ കോസ്റ്റ് കാര്യങ്ങള്, പിന്നെ നമ്മുടെ പ്രൊബേഷണൽ പീരീഡ്, അതായത് ഇപ്പൊ നമുക്ക് ഇത്ര മന്ത് പ്രൊബേഷണൽ പീരീഡ് ആണ്. അതുപോലെ തന്നെ റെസിഗ്നേഷൻ നോട്ടീസ് പീരീഡ്, ഇത്ര മാസം പ്രൊബേഷണൽ പീരീഡ് ആണ്. നിങ്ങൾ അതിന് മുന്നേ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് വിസ കാര്യങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ റിസൈൻ വെക്കുകയാണെങ്കിൽ, റിസൈൻ വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര മന്ത് ചെയ്യുന്നുണ്ട്, ടൈം റെസിഗ്നേഷൻ പീരീഡ് ഉണ്ട് എന്നുള്ള കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുക, നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലേ എന്നുള്ളതും അഡീഷണൽ ആയിട്ട് ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കാനായിട്ട്. അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഓഫർ ലെറ്റർ മാറ്റണം. എനിക്ക് ഇന്നതല്ലല്ലോ പറഞ്ഞത്, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്ന സാലറിയാണ് ഓഫർ ചെയ്തത്, ഇത്ര ഡ്യൂട്ടി അവേഴ്സ് ആണ് ഓഫർ ചെയ്തത്, എനിക്ക് വിസയും കാര്യങ്ങളും ഒക്കെ കമ്പനി ഏറ്റവുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഒന്നും അതിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ
ഉറപ്പായിട്ടും കമ്പനി ഹോസ്പിറ്റലുകാരോട് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറയണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്. വൺസ് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ജോബ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ ആയിട്ട് ഒരു പ്രോബ്ലം കാര്യങ്ങൾ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ റെസിഗ്നേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു, അപ്പൊ നിങ്ങൾക്ക് അവർ എന്തെങ്കിലും ഇഷ്യൂ ചെയ്യാല്ല, ഞങ്ങൾ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ ക്യാഷ് തരണം. ഇപ്പൊ അടുത്ത എൻ്റെ ഒരു ഇപ്പൊ 2-3 ദിവസം മുന്നേ ഒരു സബ്സ്ക്രൈബർ അയച്ചിട്ടുണ്ടായിരുന്നു, ആ കൊച്ചിന് സ്കൂൾ ഹെൽത്തിൽ ജോലി കിട്ടി. പക്ഷെ അത് പ്രൈവറ്റ് ക്ലിനിക്കിൽ നിന്നാണ് സെലക്ഷൻ ചെയ്തത്. പക്ഷെ അവർ അതിനകത്ത് എന്ത് ഓഫർ ലെറ്റർ ആക്കിയിട്ടുണ്ട്, അല്ലാണ്ട് അവർ സെപ്പറേറ്റ് ഒരു ലെറ്ററും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ മെൻഷൻ ചെയ്തേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2 മാസത്തെ, അതായത് ഈ 2 ഇയർ പീരീഡ്, നമുക്കിപ്പോ ഒരു വൺസ് വിസ എടുത്തു കഴിഞ്ഞാൽ 2 ഇയർ വാലിഡിറ്റി ആണല്ലോ. ആ 2 ഇയർ വിസ കാലാവധി കഴിയുന്നതിന് മുന്നേ റെസിഗ്നേഷൻ വെച്ച് പോവുകയാണെങ്കിൽ 2 മന്ത് സാലറി പ്ലസ് ലൈസൻസിന്റെ കോസ്റ്റ് അവിടെ പേയ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവര് വേറൊരു സെപ്പറേറ്റ് ലെറ്റർ ആയിട്ട് ആ കൊച്ചിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും ആസ് പെർ ഇത് യു എ റൂൾ അനുസരിച്ചിട്ട് അങ്ങനെ ക്യാഷോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ റൈറ്റ്സ് ആണ്. നമുക്ക് ജോലി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് എപ്പോ വേണമെങ്കിലും നമുക്ക് ആ പറഞ്ഞ ടൈം പീരീഡിൽ, അതായത് ഇപ്പൊ റെസിഗ്നേഷൻ പീരീഡ് അവർ പറഞ്ഞല്ലോ, ആ സമയത്ത് നമുക്ക് റിസൈൻ വെച്ച് പോകാൻ പറ്റും. അതിന് ഒരു പേയ്മെന്റും ഇൻക്ലൂഡിങ് വിസ കോസ്റ്റ് അടക്കം നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലേബറിൽ കംപ്ലൈന്റ് ചെയ്യാൻ റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ ലേബറിൽ കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓഫർ ലെറ്റർ വേണം. അതുപോലെ തന്നെ അവരിപ്പോ ഈ പറഞ്ഞ പോലെയുള്ളൊരു അവരുടെ എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം. അവർ ചോദിച്ചതിന്റെ എവിഡൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ലേബറിൽ കംപ്ലൈന്റ് ചെയ്യണം. അപ്പൊ മെയിൻ ആയിട്ട് ലേബറിൽ കംപ്ലൈന്റ് ചെയ്യണ സമയത്ത് അവർ ചോദിക്കുന്നതാണ് ഓഫർ ലെറ്റർ ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഓഫർ ലെറ്റർ എന്നുള്ളത്. അപ്പോൾ ബിഫോർ നിങ്ങൾ ആ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുകയാണെങ്കിൽ കെയർഫുൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയോട് പറയാം, നിങ്ങളത് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, അതെനിക്ക് എന്റെ ഓഫർ ലെറ്ററിൽ വേണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് റൈറ്റ്സ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പറയാം, അവർ ഉറപ്പായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ട് തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്ത് കൊടുക്കുക. വൺസ് സൈൻ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കെയർഫുൾ ആയിട്ട് നോക്കണം, അവരുടെ അതോറിറ്റി, അതായത് HR അല്ലെങ്കിൽ മാനേജറോ, ഇപ്പോൾ പ്രൈവറ്റിൽ ക്ലിനിക്കോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മാനേജർ ആയിരിക്കും മെയിൻ, ചിലപ്പോൾ HR ഉണ്ടാവില്ല. അപ്പൊ കൺസേൺ ആയിട്ടുള്ള പേഴ്സൺ അതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. അയാൾ സൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളും സൈൻ ചെയ്യുക. അല്ലാണ്ട് വെറുതെ ഒരു പേപ്പറിൽ അവര് ഇന്ന ഓഫർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അവരുടെ കമ്പനിയുടെ എംബ്ലം ഇല്ല, കമ്പനിയുടെ സീൽ ഇല്ല, അല്ലെങ്കിൽ മാനേജറുടെ സൈൻ ഇല്ല, അങ്ങനത്തെ ഇതിലൊന്നും കയറി നിങ്ങൾ സൈൻ ചെയ്യരുത്. സൈൻ ചെയ്യുന്നതിന് മുന്നേ അവരോട് ചോദിക്കുക, ഇതില് എന്താണ് ആരും സൈൻ ചെയ്യാത്ത, HR എന്താ സൈൻ ചെയ്യാത്ത, അല്ലെങ്കിൽ യൂഷ്വലി എന്താ പറയാ, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഇതിൽ അവർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, ഓഫർ ലെറ്ററിൽ മാനേജർ സൈൻ ചെയ്ത അല്ലെങ്കിൽ HR സൈൻ ചെയ്ത ഓഫർ ലെറ്റർ നമുക്ക് അയച്ചു തരുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ വിത്തൗട്ട് ഇപ്പൊ കമ്പനി ലൈസൻസ് ഒന്നും ഇല്ലാത്ത, അത്രയും ഷുവർ അല്ലാത്തൊരു കമ്പനിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലിനിക്ക് ആണെങ്കിൽ അതിൽ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവരോട് ചോദിക്കണം, ഇതിലെന്താ സൈൻ ചെയ്യാത്തത്, മാനേജർ അല്ലെങ്കിൽ HR സൈൻ ചെയ്യാത്തത്, അത് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാൻ വേണ്ടി പറയാ. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ആ സൈൻ ചെയ്ത സംഭവം നിങ്ങൾ അപ്പം തന്നെ അത് ഉപേക്ഷിക്കരുത്, എവിടെയെങ്കിലും നിങ്ങളുടെ അവിടെ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ എന്തൊരു ഇഷ്യൂ വന്നാലും ഓഫർ ലെറ്റർ ആണ് ആദ്യം വേണ്ടത് കേട്ടോ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഓഫർ ലെറ്റർ എന്നുള്ളത്. അപ്പോൾ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവരോ അല്ലെങ്കിൽ ജോലി കിട്ടിയവരോ ഓഫർ ലെറ്റർ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സൈൻ ചെയ്ത് ഇതൊന്നും ഇല്ലെങ്കിൽ ഓഫർ ലെറ്റർ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് പറയുന്നവരാണ്, അല്ലെങ്കിൽ ജോബ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായി ഉറപ്പായും ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സൈൻ ചെയ്യുക. അബദ്ധങ്ങളൊന്നും പോയി കാണിക്കരുത്, എടുത്തിയാടി പോയി സൈൻ ചെയ്യരുത്. നമ്മുടെ ഓഫർ ലെറ്ററിന് അത്രയും വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഓഫർ ലെറ്ററിനെ കുറിച്ചിട്ട് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.